ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമുക്കിങ്ങനെ കറുമുറാന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ ഉപ്പ് ചെറുതായി ഒന്ന് കൂടി നിൽക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കി വരുമ്പോൾ സ്നാക്കിൽ കറക്റ്റ് ഉപ്പായിട്ടുണ്ടാവും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ചതച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഇതിനുണ്ടാവുക. ഇനി വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ലോയിലിട്ട് കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയിട്ട് നിങ്ങൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുഴച്ചെടുത്ത് വരുമ്പോഴേക്കും കറക്റ്റ് മാവായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം പിന്നെ നമുക്ക് ഇത് ഈ ചൂടോട് കൂടി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈയൊന്ന് പൊള്ളാതിരിക്കാനായിട്ട് നമുക്ക് പച്ചവെള്ളത്തിലൊന്ന് കൈയൊന്ന് തൊട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായി ചൂടോട് കൂടി തന്നെ കുഴച്ചെടുത്താലാണ് ഇത് പെട്ടെന്ന് പരത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മാവ് എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടി ഒന്ന് വെതറി കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് നൈസായി പരത്തേണ്ട ആവശ്യമില്ല, ചെറുതായ ഒരു കനത്തിൽ പരത്തിയെടുക്കാം. മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഞാൻ 4 സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നല്ല ഷേപ്പിൽ ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്വയറായിട്ടോ റൗണ്ടായിട്ടോ അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായി ഒന്ന് കുത്തി കൊടുക്കാം. നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് ചെറുതായി ഒന്ന് പൊളച്ച് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ പൊളച്ച് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫോർക്കില്ല എന്നുണ്ടെങ്കിൽ ചെറുതായി കത്തി വെച്ചിട്ടെങ്ങാനും ചെറുതായി ഇതുപോലെ കുത്തി കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു കനത്തിലായിട്ടാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് നൈസാവാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഈ ഒരു കനത്തിലായിട്ട് എല്ലാതും പരത്തി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാതും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഓയിൽ നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കാം. എന്നാലാണ് ഇതിൻ്റെ ഉൾഭാഗം എല്ലാം തന്നെ നന്നായി ഫ്രൈ ആയി വരുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ എണ്ണയിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് കുറച്ച് പൊടിപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചൂടിലിരുന്നിട്ട് മുളക് പൊടി ഒന്ന് മൂത്ത് വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അരിപ്പൊടി കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ ഒരു ടിന്നിലിട്ട് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഇത് കേടാവാതെ ഇരിക്കും. പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് എരിവ് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു കട്ടൻ ചായയുടെ കൂടെ കറുമുറാന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.